ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ആണ് അത് ഇട്ടിട്ടുള്ളത്, ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് വളരെ സോഫ്റ്റായിട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതും ഒന്ന് കണ്ടു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് എളുപ്പവും സിമ്പിളായിട്ടും അതുപോലെ സോഫ്റ്റായിട്ടും തോന്നുവെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് അതിനേക്കാളും ഒന്നും കൂടി സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അജ്മിയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പൊടിയാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ഗ്ലാസ് കൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളക്കുന്നത് ആ പാത്രം കൊണ്ട് തന്നെ 1 പാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതായത് 1 ഗ്ലാസ് പൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ 1 ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടി വരില്ല. നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/4 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം തന്നെ ചേർത്തപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അളവനുസരിച്ചിട്ടാണെങ്കിൽ, അതായത് 1 ഗ്ലാസ് പൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണ്ടി വരും ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നുകൂടി ഇത് സോഫ്റ്റായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ 1 ഗ്ലാസ്സിൽ നിന്ന് ഇത്രയും വെള്ളമാണ്, തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ് ഇത്. മുട്ടപ്പത്തിരി ചുടുന്ന ചട്ടി തന്നെയാണ്. ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂട് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ചട്ടി ചൂടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഹോൾസൊക്കെ ഒന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മളിത് മൂടി വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹോൾസ് കറക്റ്റായിട്ട് വന്നു കിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഹോൾസ് എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നിങ്ങളിത് മൂടി വെക്കുമ്പോൾ വീണ്ടും സിം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ അടിയൊന്നും ഒട്ടും കരിയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കരിയില്ല. അതുപോലെ പെട്ടെന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് ഇത് ഇളകി കിട്ടുന്നതുമാണ്. അപ്പോൾ നമ്മളുടെ മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മുട്ടപ്പത്തിരിയും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇനി ഇതിനേക്കാളും സോഫ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറ്റേ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അതുപോലെ ഞാൻ 2 വർഷം മുന്നേ ഇട്ടിട്ടുള്ള മുട്ടപ്പത്തിരിയുടെ ആ റെസിപ്പി ഉണ്ടല്ലോ, അത് സൂപ്പറാണ് മുട്ടപ്പത്തിരി. എനിക്ക് ഇത് കാണുന്നേക്കാളും ഒന്നും കൂടി നന്നായി തോന്നിയത് ആ മുട്ടപ്പത്തിരിയാണ്. അതെനിക്കിങ്ങനെ ഒന്നും കൂടി പൊന്തി വന്ന പോലൊക്കെ തോന്നി. ഒരുപാട് അങ്ങനെ നല്ല പൊട്ടി വിരിഞ്ഞ പോലത്തെ അറകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ മുട്ടപ്പത്തിരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി ഞാൻ അടുത്ത വീഡിയോ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.